الرجيم بسم الله الرحمن الرحيم يا رب لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لك الحمد كما أنت أهله فصل وسلم على سيدنا محمد كما أنت أهله وفل بنا ما أنت أهله فإنك أهل التقوى والمغفرة اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇരുത്തങ്ങളെ കബൂലാക്കുമാറാട്ടെ. ഇതുപോലെ അള്ളാഹു അവൻ്റെ പൊരുത്തത്തിൻ്റെ മഖാമായ ജന്നാത്തുൽ ഫിർദൗസിലും നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ചിരിക്കാൻ തൗഫീഖ് നൽകുമാറാട്ടെ. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്ത വലിയ കരുണയുടെ ഔദാര്യത്തിൻ്റെ അവൻ്റെ സ്നേഹത്തിൻ്റെ പേരിലാണ് ഇതുപോലുള്ള ഈമാനെക്കുറിച്ച് പറയുന്ന ഒരു മജ്ലിസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇരിക്കാനുള്ള തൗഫീഖിനെ നൽകിയത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ, നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അത് വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. കാണാൻ കണ്ണ് തന്ന്, അതുപോലെ കേൾക്കാൻ കേൾവിശേഷിയെ തന്നു, സംസാരിക്കാനുള്ള ശേഷി തന്നു, ചിന്തിക്കാനുള്ള ശേഷി തന്നു, നടക്കാനുള്ള ശേഷി തന്നു, ഇരിക്കാനുള്ള ശേഷി തന്നു, പിടിക്കാനുള്ള ശേഷി തന്നു. എല്ലാം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. അതേസമയം ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എന്താണ്? ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഈമാനാണ്. അള്ളാഹു പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നമുക്കൊരിക്കലും എണ്ണിക്കണക്കാക്കാൻ സാധിക്കൂല. അതുപോലെ ആ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നമുക്കൊരിക്കലും വിശദീകരിച്ച് തീർക്കാനും സാധിക്കൂല. പക്ഷെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഈമാനാണ്. ഒരാൾക്ക് കണ്ണില്ല, അതിന്റെ പ്രയാസം മരണം വരെ ഉണ്ടാവും. കേൾവിശേഷിയില്ല, അതിന്റെ പ്രയാസം മരണം വരെ ഉണ്ടാവും. അതേപോലെ നടക്കാനോ ഇരിക്കാനോ പിടിക്കാനോ കഴിവില്ലെങ്കിൽ അതിന്റെ പ്രയാസം മരണം വരെ ഉണ്ടാവും. അതേ സമയം ഒരു മനുഷ്യന് ഈമാനില്ല എങ്കിൽ അതിന്റെ പ്രയാസം മരണം വരെയല്ല, മരണത്തിന് ശേഷം തുടങ്ങുന്ന ജീവിതത്തിലാണ് അതിന്റെ ബുദ്ധിമുട്ട് ആരംഭിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഈമാനാണ്. അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട്, കരുണ കൊണ്ട് നമുക്ക് ഈമാൻ നൽകി. നമ്മളാരും അള്ളാഹുവിന്റെ മുമ്പിൽ അപേക്ഷ കൊടുത്തിട്ടില്ല, ഇന്ന സ്ഥലത്ത്, ഇന്ന രാജ്യത്ത്, ഇന്ന സംസ്ഥാനത്ത്, ഇന്ന ജില്ലയില്, ഇന്ന പഞ്ചായത്തിൽ, ഇന്ന വാർഡില്, ഇന്ന വീട്ടില് മുസ്ലിമായ ഉമ്മയുടെ വാപ്പയുടെ മകനായിട്ട് ഇന്ന വീട്ടിൽ ജനിക്കണമെന്ന് നമ്മളാരും അപേക്ഷ കൊടുത്തിട്ടില്ല. പക്ഷെ എന്താണ്? അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നൽകിയതാണ്. അപ്പൊ ഈ ഈമാൻ നമ്മളെന്താണ്? നിലനിർത്തണം, ഇതിനെ വർദ്ധിപ്പിക്കണം. ഈ ഈമാൻ അള്ളാഹു നൽകിയ അമാനത്താണ്. മരിക്കുന്ന സമയത്ത് ഈ കലിമ അള്ളാഹുവിനെ തിരിച്ചേൽപ്പിക്കണം. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു ആരാന്ന് നമുക്ക് മനസ്സിലാണ്. അള്ളാഹു നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ ഉടമസ്ഥൻ, നമ്മുടെ മാലിക്, ഖാലിക്, ഫായിൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. ഈ അള്ളാഹുവിന്റെ മഹത്വം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരണം. ഹദീസിൽ വരുന്നുണ്ട്, അജുല്ലുല്ലാ യഗ്ഫിർ ലക്കും, അള്ളാഹുവിന്റെ മഹത്വത്തെ നിങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാക്കിയിരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പുറത്തുതരും. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്, കോസാറുകള്, പൾസാറുകള്, സൂപ്പർ നാവുകളെ എല്ലാം സൃഷ്ടിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പരിപാലിച്ചുകൊണ്ടിരിക്കണം. ഈ പ്രപഞ്ചത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് മുൻമാതൃകയില്ലാതെയാണ്. അള്ളാഹു ബദിയാണ്. അള്ളാഹ്ക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ഒരു മോഡലിന്റെ ആവശ്യം വന്നിട്ടില്ല. ഇല്ലായ്മയിൽ നിന്ന് അവൻ സൃഷ്ടിച്ചതാണ്. അവൻ തന്നെയാണ് അതിന്റെ ഉടമസ്ഥന്. അവൻ തന്നെയാണ് അവനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ നടപ്പിലാകുന്നത് മുഴുവൻ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ നടക്കുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കാത്തൊന്നും നടക്കൂല. മാഷാ അല്ലാഹു കാന വമാ ലം യകുൻ. അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നടക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്ത നടക്കൂല. അപ്പൊ ഈ അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ ഹൃദയത്തിൽ ഉണ്ടായിത്തീരണം. അള്ളാഹു റബ്ബാണ്. നമ്മൾ 17 തവണ ഐച്ഛിക നമസ്കാരങ്ങളിൽ കൂടെ അതിലധികം തവണ ദിവസവും പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വസ്തുതിയും സർവ്വലോക പരിപാലകന റബ്ബിനാണ്. ആരാണ് റബ്ബ്? നമസ്കാരത്തിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അലീം, റബ്ബനാ ലക്കൽ ഹംദ്, സുബ്ഹാന റബ്ബിയൽ അലാ, സുബ്ഹാന റബ്ബിയൽ അലാ, സുബ്ഹാന റബ്ബിയൽ അലാ. പിന്നെ റബ്ബി ഗഫിർലി ഇടയിലുള്ള ഇരുത്തത്തില് ഇങ്ങനെ എത്ര തവണ ഒരു അല്ലാഹു റബ്ബ്, അല്ലാഹു റബ്ബ്, അല്ലാഹു റബ്ബ് എന്ന് നമ്മൾ പറയുന്നത്? എന്തിനാണ് അള്ളാഹ് അങ്ങനെ പറയിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട്? അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് റബ്ബ് എന്ന് എന്തിനാണ് പറയിപ്പിക്കുന്നത്? ഖുർആൻ അവതരിച്ചതിന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. ഖുർആൻ അവസാനിക്കുന്ന ഖുൽ അഊദു ബി റബ്ബിന്നാസ് എന്നാണ്, റബ്ബിനെ പറഞ്ഞുകൊണ്ടാണ്. ഖുർആന്റെ ആദ്യത്തെ സംബോധന യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും എന്നാണ്. എത്രയോ സ്ഥലത്ത് അള്ളാഹു റബ്ബിനെ കുറിച്ച് പറയണേ. ആലമുൽ അർവാഹിൽ വെച്ചിട്ട് അർവാഹുകളെ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? എല്ലാവരും പറഞ്ഞു, കാലു ബലാ ഷഹീദന, നീ റബ്ബ് തന്നെയാണ്, ഞങ്ങളതിന് സാക്ഷിയാണ്. ഇനി ഖബറിൽ എന്താ ചോദ്യം? മൻ റബ്ബുക, നിങ്ങളുടെ റബ്ബ് ആരാണ്? അപ്പൊ എന്തിനാണ് ഈ റബ്ബ് റബ്ബ് റബ്ബ്? സഹോദരന്മാരെ, ദുനിയാവിൽ ജീവിക്കുമ്പോ
ദുനിയാവിന്റെ അലങ്കാരങ്ങൾ, അതിന്റെ പച്ചപ്പ്, അതിന്റെ അവസ്ഥകൾ നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങിപ്പോവും. ഒരു പക്ഷെ നമ്മൾ വിഗ്രഹങ്ങളെ റബ്ബാക്കൂല, ഇലാഹാക്കൂല, പക്ഷെ ദുനിയാവിന്റെ വസ്തുക്കളെ ഇലാഹാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെ ഹൃദയത്തിൽ നിന്ന് ദുനിയാവ് പോകണം. അള്ളാഹുവാണ് റബ്ബ്. എന്റെ കാര്യങ്ങൾ നടക്കുന്നത് എന്റെ സമ്പത്ത് കൊണ്ടല്ല, എന്റെ അധികാരം കൊണ്ടല്ല, എന്റെ ശക്തി കൊണ്ടല്ല, എന്റെ ആൾബലം കൊണ്ടല്ല. ഈ യക്കീൻ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരണം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് റബ്ബ് എന്ന് അള്ളാഹു നമ്മളെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഖാലിക്ക്, മാലിക്, ഫായില് ഇത് കൂടിച്ചേർന്നിനാണ് അറബിയിൽ റബ്ബ് എന്നറിയാം. ഖാലിക്ക്, മാലിക്, ഫായില് ഇത് കൂടിച്ചേർന്നിനാണ് അറബിയിൽ റബ്ബ് എന്നറിയാം. അപ്പൊ നമ്മളെ സൃഷ്ടാവ് അള്ളാഹുവാണ്, നമ്മളെ ഉടമസ്ഥനും അള്ളാഹുവാണ്, കാര്യങ്ങൾ നടത്തുന്നതും അള്ളാഹുവാണ്. നമുക്കൊരു കടയുണ്ട്, ഒരു ഷോപ്പുണ്ട്, അതിന്റെ ഖാലിക്ക് അതുണ്ടാക്കിയത് അള്ളയാണ്, അതിന്റെ ഉടമസ്ഥന് മാലിക്കും അള്ള തന്നെയാണ്. അവിടെ കാര്യങ്ങൾ നടത്തുന്നതോ അള്ള തന്നെ. നമുക്ക് തോന്നുന്നത് നമ്മളാ നടത്തുന്നത്, തെറ്റിദ്ധാരണയാണ്. നമ്മളാണ് നടത്തുന്നത് എന്നുള്ള ചിന്ത നമുക്കുണ്ടായ പള്ളിയിൽ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളയാണ് വലിയത്, അള്ളയാണ് വലിയത്, അള്ളയാണ് വലിയത് എന്ന് പറയുമ്പോൾ ഷട്ടർ താഴ്ത്തി പള്ളിയിൽ പോകാൻ നമുക്ക് പ്രയാസവും. കാരണം ഞാനാണ് കട നടത്തുന്നത്, ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്താണ് കടയിൽ കച്ചവടം കുറയും, എന്റെ ജീവിതത്തെ അത് ബാധിക്കും. പറ്റൂല. അള്ളയാണ് റബ്ബ്, അള്ളയാണ് നടത്തുന്നത്. ഈ യക്കീൻ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടായി ചെയ്യണം. ഒരാൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് ബാങ്ക് വിളിച്ചു. കച്ചവടം നടത്തണം, കുടുംബത്തെ പുലർത്തണം, അത് അള്ളാന്റെ ഹുക്മ തന്നെയാണ്. പക്ഷെ അതേസമയം ബാങ്ക് കൊടുത്താൽ രണ്ട് ഹുക്കുമാണ്. ഒന്നെന്താണ് കുടുംബത്തെ നോക്കണം, നിസ്കരിക്കണം. ഏതിന് പ്രയോറിറ്റി കൊടുക്കും? നിസ്കാരത്തിന് പ്രയോറിറ്റി കൊടുക്കണം, അപ്പോഴാണ് ഈമാനുള്ളത്. അങ്ങനെ പ്രയോറിറ്റി കൊടുത്ത ആൾക്ക് മാത്രമേ മൻ റബ്ബുക, ആരാണ് റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ അള്ളയാണ് റബ്ബ് എന്ന് പറയാൻ തൗഫീഖ് കിട്ടുള്ളൂ. അതുകൊണ്ട് മരണത്തിന് മുമ്പ് ദുനിയാവ് ഹൃദയത്തിൽ ചെറുതാണ്, അള്ള വലുതാണ്. അള്ള വലുതാണ്. ഫസബ്ബി ബിറബ്ബിക്കൽ അല, അത്യുന്നതനായ നിന്റെ നാഥനെ നീ പ്രകീർത്തിക്കുക. അല്ലദീ ഖലഖ, ഖലഖ ഫസവ, സൃഷ്ടിച്ചു പിന്നെ അനുയോജ്യമായ രൂപം നൽകി. വഖദ്റ, പിന്നെ കണക്കാക്കി. ഫസവ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ തഖ്ലീഖ്, അവന്റെ സൃഷ്ടിപ്പ്, അവന്റെ തസ്വിയ, അവന്റെ രൂപം നൽകല്, അവന്റെ തഖ്ദീർ, അവന്റെ കണക്കാക്കല്, അള്ളാഹുവിന്റെ ഹിദായത്ത്, അവന്റെ വഴി കാണിക്കല്. ചെറിയ ഉറുമ്പിനെ സൃഷ്ടിച്ച ആരാണ്? അള്ളാഹുവാണ്. അതിന് അനുയോജ്യമായ രൂപം തസ്വിയ നൽകിയവൻ അള്ളാഹുവാണ്. അതിന്റെ തഖ്ദീർ അത് അള്ളാഹുവാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് വഴി കാണിക്കുന്നു അള്ളാഹുവാണ്. ഉറുമ്പിന് അതിന്റെ കാഴ്ചശക്തി 1 സെന്റിമീറ്ററാണ്, അതിനപ്പുറത്തേക്ക് അതിന് കാണാൻ പറ്റൂല. പക്ഷെ അതെന്താണ്, എത്രയോ ദൂരത്തിലുള്ള ഒരു പഞ്ചസാരന്റെ തരി ഇവിടെ വീണാൽ എത്രയോ ദൂരത്തിലുള്ള എറുമ്പ് ഇവിടെ എത്തും. അള്ളാഹുവാണ് അതിന് വഴി കാണിക്കുന്നത്. ഉറുമ്പിന്റെ ചലനത്തിന് നമ്മളെന്താ പറയാ? അരിക്കാണ് അല്ലെ? ഉറുമ്പ് അരിക്കാണ്. പാമ്പെന്താണ്? എഴിഞ്ഞു പോവാണ്. പക്ഷി എന്താണ്? പറക്കാണ്. മത്സ്യം വെള്ളത്തിന് നീന്താണ്. പറവകൾ പറക്കാണ്. നക്ഷത്രങ്ങൾ എന്താണ്? ഭ്രമണം ചെയ്യാണ്. പൂക്കൾ വിരിയാണ്. ആന കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുകയാണ്. എഴിഞ്ഞു പോകുന്നു, പറക്കുന്നു, നീന്തുന്നു, ഭ്രമണം ചെയ്യുന്നു, വിരിയുന്നു. ഉറുമ്പിനെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് അനിക്കാൻ ആവശ്യമായ രൂപം നൽകി. പാമ്പിനെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് എഴഞ്ഞു പോകാൻ ആവശ്യമായ രൂപം നൽകി. പക്ഷിയെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പറക്കാൻ ആവശ്യമായ രൂപം നൽകി. മത്സ്യത്തെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നീന്താൻ ആവശ്യമായ രൂപം നൽകി. മത്സ്യം ജീവിക്കേണ്ട എവിടെ? വെള്ളത്തിലാണ്. പറവ ജീവിക്കേണ്ട ആകാശത്തിലാണ്. വന്യമൃഗങ്ങൾ ജീവിക്കേണ്ടത് കാട്ടിലാണ്. ഇത് അള്ളാന്റെ തഖ്ദീറാണ്. അള്ളാന്റെ തഖ്ദീറാണ്. ആന 12 വർഷത്തിൽ ഒരിക്കലും മാത്രമേ പ്രസവിക്കുള്ളൂ. ആട് പ്രസവിക്കുന്ന പോലെ ആന പ്രസവിക്കൂല. ആട് പ്രസവിക്കുന്ന പോലെ ആന പ്രസവിച്ചാൽ എന്താ സംഭവിക്കുക? അടുത്ത ആരോ പറഞ്ഞു, നിലമ്പൂര് കാട്ടുമൃഗങ്ങളെ, വന്യമൃഗങ്ങളെ എങ്ങനെ നേരിടാന്നുള്ള വിഷയത്തിലൊരു മീറ്റിംഗ് ഉണ്ട്. അവിടെ ഇടയ്ക്ക് നടക്കാറുണ്ട്. കാരണം എന്താണ്? കാടിന്റെ അതിർത്തിയിലാണ്. കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി വിളകൾ നശിപ്പിക്കും, മനുഷ്യനെ ഉപദ്രവിക്കും. അപ്പൊ ആനക്ക് അള്ളാഹു വലിയ രൂപം നൽകി. ഒരു ദിവസം പ്രായമുള്ള ആനക്ക് 100 കിലോ വെയിറ്റും 3 അടി ഹൈറ്റും ഉണ്ടാവും. പൂർണ്ണ വളർച്ചെത്തിയ ഒരാൾക്ക് 4000 കിലോ വെയിറ്റും 9 അടി വെയിറ്റും ഉണ്ടാവും. അപ്പോൾ ആനക്ക് വലിയ ശക്തി, വലിയ കഴിവ്, വലിയ കുതിരത്ത് നൽകിയ അള്ളാഹുവിന്റെ തഖ്ദീറാണ് ആന 12 വർഷത്തിൽ ഒരിക്കലേ പ്രസവിക്കാൻ പാടുള്ളൂ. അത് അള്ളാന്റെ അനുഗ്രഹമാണ്. അള്ളാന്റെ അനുഗ്രഹമാണ്. 2 വർഷം മുമ്പ് ഞങ്ങൾ ആൻഡമാൻ ജമാഅത്ത് പോയി. 40 ദിവസം.
മദ്രാസിൽ നിന്ന് കപ്പൽ കയറിയ ഞങ്ങൾ 2 രാത്രി 3 പകലെടുത്തിട്ടാണ് 3 രാത്രി 2 പകലെടുത്തിട്ടാണ് ആൻഡമാനിലെത്തിയത്. മദ്രാസിൽ നിന്ന് ആൻഡമാൻ എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രത്തിന്റെ ഒരു ചാല് അല്ലെ, നേരിട്ടുള്ള ഒരു ചാല്. ലോകത്തിലുള്ള മൊത്തം വെള്ളത്തിന്റെ 97% സമുദ്രത്തിലാണ്. 97% സമുദ്രത്തിലാണ്. ബാക്കി 3% മാത്രമേ എവിടെയുള്ളൂ? കരയിലുള്ളൂ. ഈ കരയിലെ 2.25% ഐസ് മലകളാണ്. ബാക്കി 1% മാത്രമാണ് എന്ത് പുഴയിലും അതുപോലെ കിണറിലും ആറിലും അരുവികളൊക്കെ ആയിട്ട് ഉള്ളത്. വെറും 1% മാത്രം. ഈ 97%-ൽ 60% അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. അപ്പൊ ബാക്കി എത്ര ശതമാനമാണ് നമ്മളെ ബംഗാൾ ഉൾക്കടൽ, അറേബ്യൻ കടലൊക്കെ എത്ര ഉള്ളത്? വളരെ കുറഞ്ഞേ ഉള്ളൂ. അതിൽ ഒരു ചെറിയ ചാല്, ചെറിയ ഒരു സ്ഥലമാണ് ഈ മദ്രാസിന്റെയും ആൻഡമാൻ. അത് മുറിച്ചു കിടക്കാൻ 3 രാത്രിയും 2 പകലും. കടലിന്റെ നോർമലായ 3.5 കിലോമീറ്റർ 4 കിലോമീറ്ററാണ്. അല്ലാഹു സുബ്ഹാനഹു ഇത്ര വെള്ളത്തെ എന്തിനാണ് കടലിൽ സംവിധാനിച്ചു വെച്ചത്? എന്തിനാണ് അത്തരം വെള്ളം കടലിൽ വെച്ചിട്ട് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കൂല. ചൂട് സഹിക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ കരുണയാണ്, റഹ്മത്താണ്. വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ, യഖീനുള്ള ആളുകൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫി അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം ശരീരത്തിലും. അഫലാ തുബ്സിറൂൻ, എന്നിട്ട് നിങ്ങൾ എന്താണ് കണ്ടറിയാത്ത? അല്ലാഹു ചോദിക്കാണ്. വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ, യഖീനുള്ള ആളുകൾക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫി അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം ശരീരത്തിലും. അല്ലാഹു ചോദിക്കാണ്. എത്രയോ ദൃഷ്ടാന്തങ്ങൾ മുമ്പിലൂടെ മനുഷ്യൻ ദിവസം നടന്നു പോകുന്നുണ്ട്. പക്ഷെ എന്താണ്? അവർ അശ്രദ്ധരായിട്ട് അവന്റെ മുമ്പിലൂടെ പോവാണ്. അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം, ഭൂമിയെ പല ഖണ്ഡങ്ങളാക്കി. എന്നിട്ട് എന്താണ്? ആ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വയലുകൾ ഉണ്ടാക്കി. അതിൽ ജനസേചന സൗകര്യത്തിന് വേണ്ടിയിട്ട് അല്ലാഹു തോടുകൾ ഒഴുക്കി. ഭൂപ്രകൃതിയിലുള്ള മാറ്റാണ്. എന്തിന്? മനുഷ്യന് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പ്രകടമായി കാണുന്ന അള്ളാന്റെ കാരുണ്യം എന്നുള്ള സിഫത്താണ്. വസിയത്ത് റഹ്മത്തി കുല്ല ഷൈഇൻ, എന്റെ കാരുണ്യം സകല വസ്തുക്കളെയും ആവരണം ചെയ്തിരിക്കുന്നു. അള്ളാഹ് പറയാണ്. സൂര്യനിൽ നിന്ന് നമുക്ക് പ്രകാശം കിട്ടുന്നുണ്ട്, ചന്ദ്രനിൽ നിന്ന് നിലാവ് കിട്ടുന്നുണ്ട്. അള്ളാഹുവിന്റെ കരുണയാണ്, അള്ളാഹിന്റെ കാരുണ്യാണ്. ചെറിയ നിസ്സാര കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ അല്ലെ. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം, സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള അകലം, ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലം, ഇതര ഗ്രഹങ്ങളും ഗോളങ്ങളും തമ്മിലുള്ള അകലം, ഇതെല്ലാം അള്ളാഹ് സംവിധാനിച്ചത് മനുഷ്യന് വേണ്ടിയിട്ട്, മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ അകലത്തെ അള്ളാഹ് ക്രമീകരിച്ചിരിക്കുകയാണ്. അള്ളാഹ് പറയുന്നത് വസിയത്ത് റഹ്മത്തി കുല്ല ഷൈഇൻ, എന്റെ കാരുണ്യം സകല വസ്തുക്കളെയും ആവരണം ചെയ്തിരിക്കുന്നു. ഈ അള്ളാഹിനെ മനസ്സിൽ അജല്ലുല്ലാഹ് അഗ്ഫിർലക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ മഹത്വത്തെ ഹൃദയത്തിൽ ഉണ്ടാക്കിയിരിക്കുക. അള്ളാഹ് നിങ്ങൾക്ക് പുറത്തരും. അള്ളാഹിന്റെ മഹത്വം ആരാണ്? അള്ളാഹ്. അവന്റെ ശക്തി, അവന്റെ കുവ്വത്ത്, അവന്റെ കഴിവ്, അവന്റെ കിബിരിയാവ്, അവന്റെ ജലാലിയത്ത്, അവന്റെ ജമാലിയത്ത്. അള്ളാഹ്ക്ക് ഈ ജമാലിയത്തിന്റെ സിഫത്തുകളുണ്ട്, അവനക്ക് ജലാലിയത്തിന്റെ സിഫത്തുകളുണ്ട്. ജലാലിയത്ത് ഗാംഭീര്യം, ജമാലിയത്ത് സൗന്ദര്യം. ഒരു സമയത്ത് നല്ലൊരു ഇളങ്കാറ്റടിക്കാണ്, നമ്മൾ എന്താണ്, നമുക്ക് കുളിർമയാണ്, തണുപ്പാണ് അല്ലേ. നല്ല ചൂടുള്ള സമയത്ത് പെട്ടെന്ന് ഒരു നല്ല സുഖമുള്ള കാറ്റടിച്ചാൽ നമുക്ക് കുളിർമയാണ്, തണുപ്പാണ്, നമുക്ക് മനസ്സിന് ഒരു ഉന്മേഷമാണ്, ഉണർവാണ്. അതേ കാറ്റൊന്ന് ശക്തി കൂടി, മരങ്ങൾ കടപഴകാൻ തുടങ്ങി. അത് അള്ളാഹ് അവന്റെ ആ ജമാലിയത്തിനെ ജലാലിയത്തിലേക്ക് മാറ്റുകയാണ്. ഉറച്ചു നിൽക്കുന്ന ഒരു പർവ്വതം അള്ളാഹിന്റെ ജലാലിയത്തിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. വിരിഞ്ഞു നിൽക്കുന്ന ഒരു പനനീർപ്പൂവ് അത് അള്ളാഹുവിന്റെ ജമാലിയത്തിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. പൂക്കൾക്ക് വ്യത്യസ്ത നിറങ്ങളും മണങ്ങളും നൽകിയത് അള്ളാഹുവാണ്. ഊട്ടി റോസ് ഗാർഡനിൽ പോയി നോക്കി, എത്ര ഇനം പനനീർ പൂക്കളാണ്, എത്ര റോസ് പൂക്കളാണ് അവിടെ. അതിന് വ്യത്യസ്ത നിറങ്ങൾ നൽകിയത് ആരാണ്? അള്ളാഹുവാണ്. വ്യത്യസ്ത മണങ്ങള്. പൂക്കളിലേക്ക് തേനീച്ചക്ക് വഴി കാണിക്കുന്ന ആരാണ്? ശലഭത്തിന് വഴി കാണിക്കുന്ന അള്ളാഹുവാണ്. വ്യത്യസ്ത പൂക്കളിൽ പോയിട്ട് തേൻ നുകരാണ്, അത് പരാഗണം നടത്തുകയാണ്. സസ്യങ്ങളിൽ 90% പരാഗണം നടക്കുന്ന ഷഡ്പദങ്ങൾ മുഖേന, അതിലധികം തേനീച്ച മുഖേന. ഇതിനൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവാണ്. ഈ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് ചോദിക്കുന്നുണ്ട്, നമ്മൾ എത്രയോ തവണ ചോദിക്കുന്നുണ്ട്. തദബ്ബുർ എന്നാണ് ഖുർആനിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾ പര്യാലോചിക്കുന്നില്ലേ? പത്രം വായിക്കണീന് തദബ്ബുർ എന്ന് പറയില്ല. പക്ഷെ എന്താണ്? ഗഹനമായി ചിന്തിക്കാനാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അള്ളാഹുവിന്റെ വളർമ്മ, അവന്റെ മഹത്വം, അവന്റെ കഴിവ്, അവന്റെ കുതിരത്ത്, അവന്റെ കിബിരിയ നമുക്ക് മനസ്സിലാവണം. ആരാണ് അള്ളാഹ്? സദാ ഈ അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ ഉടമസ്ഥന്.